നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 25-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിൽ ജനിച്ചതാണെന്ന് തെളിയിക്കാനുള്ള ആധികാരിക രേഖയായി മാറുന്ന നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകാനുള്ള ബില്ല് നിയമസഭ പാസാക്കി. നേറ്റിവിറ്റി കാർഡിനായിട്ട് തെറ്റായ വിവരം നൽകുന്നവർക്ക് 3 മാസം വരെ തടവും 5000 രൂപ വരെ പിഴയുമോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ശിക്ഷിക്കാനായിട്ട് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹിക ആവശ്യങ്ങൾക്കുമായിട്ട് ഈ നേറ്റിവിറ്റി കാർഡ് ഉപയോഗപ്പെടുത്താനാകും. നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനുള്ള അധികാരിയായിട്ട് തഹസിൽദാറിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നേറ്റിവിറ്റി കാർഡിനായിട്ട് ബന്ധപ്പെട്ട അധികാരി മുമ്പാകെ നിർണ്ണയിക്കപ്പെട്ട ഫോറത്തിൽ ആവശ്യപ്പെടുന്ന രേഖകളും നിശ്ചിത ഫീസും സഹിതം അപേക്ഷിക്കണം. നിയമസഭ പാസാക്കിയെങ്കിലും ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചാലേ നിയമമാവുകയുള്ളൂ. രാജ്യത്തെ വിവിധ വിഭാഗം ആളുകളിൽ ഇതിൽ ആശങ്കയുണ്ടെന്നും കേരളത്തിൻ്റെ മക്കൾക്ക് ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പിന്നീട് സഭയിൽ പറഞ്ഞു. ഇവിടെ എല്ലാ തരത്തിലും സുരക്ഷിതമാണ്, ആർക്കും അവരെ നിഷേധിക്കാനാവില്ല. സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്ന സാഹചര്യത്തിൽ നേറ്റിവിറ്റി കാർഡ് പ്രധാനപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനുള്ള മറുപടിയാണ് നേറ്റിവിറ്റി കാർഡെന്നും കാർഡ് കയ്യിലുള്ള ഒരാളെ പുറത്താക്കാനാവില്ലെന്നും ധനമന്ത്രി KN ബാലഗോപാലും പറഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 4 വർഷം കൂട്ടി. ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് 40 വയസ്സ് വരെ അപേക്ഷിക്കാം. വയസ്സിളവുള്ള മറ്റ് വിഭാഗങ്ങൾക്കും തുല്യമായിട്ട് പ്രായപരിധി കൂടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് മന്ത്രിസഭയുടെ സുപ്രധാന തീരുമാനം. LD ക്ലർക്ക് പോലെയുള്ള തസ്തികകളിൽ PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 4 വർഷം കൂട്ടി. നിലവിൽ ജനറൽ വിഭാഗത്തിന് 36 വയസ്സാണ്. ഇനി 40 വയസ്സ് വരെ അപേക്ഷിക്കാം. ഈഴവ, മുസ്ലിം ഉൾപ്പെടുന്ന OBCക്ക് ഇപ്പോൾ 39 വയസ്സ് വരെയാണുള്ളത്. അത് 43 ആകും. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാം. നിലവിൽ ഇത് 41 ആണ്. PSC ഏജ് ഓവർ കൂട്ടായ്മ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഉദ്യോഗാർത്ഥികൾ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയും സമീപിച്ചിരുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി 2013 നിലവിൽ വന്നപ്പോൾ വിരമിക്കൽ പ്രായം 60 ആക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്നവരുടെ വിരമിക്കൽ പ്രായം 56 ആക്കിയപ്പോഴാണ് ജനറൽ വിഭാഗത്തിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 35-ൽ നിന്ന് 36 ആക്കിയത്. തൊഴിലില്ലായ്മയും സാമ്പത്തിക സാഹചര്യങ്ങളും ചൂണ്ടിക്കാട്ടി മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടിയിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രതിഭാ സ്കോളർഷിപ്പ് അതിന് അപേക്ഷിക്കാനുള്ള സമയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. +2 പരീക്ഷയിൽ സയൻസ് വിഷയങ്ങളിലൊക്കെ തന്നെ മികച്ച മാർക്ക് വാങ്ങി ബിരുദ പഠനത്തിന് പ്രവേശനം നേടിയ ഏകദേശം 1000 വിദ്യാർത്ഥികൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതിഭാ പുരസ്കാരം ലഭിക്കുന്നത്. കോഴ്സ് കാലയളവിൽ ആകെ 1.5 ലക്ഷം രൂപയോളം ധനസഹായം ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് അർഹരായവർ ഫെബ്രുവരി മാസത്തിനുള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനായിട്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് അവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പിനുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായിട്ട് വെബ്സൈറ്റ് നേരിട്ട് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, ഓൺലൈൻ സർവീസ് സെൻ്ററുകളൊക്കെ തന്നെ സന്ദർശിച്ച് അവിടെ സഹായം തേടുകയോ ചെയ്യാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 25-ാം തീയതി ഇന്ന് മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും നേരിട്ടും ഈ ധനസഹായം ലഭിക്കുന്നതാണ്. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന 8.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് സംസ്ഥാന വിഹിതമായിരിക്കും ആദ്യം ക്രെഡിറ്റ് ആവുക. തുടർന്ന് അതിനുശേഷമായിരിക്കും കേന്ദ്ര വിഹിതവും ലഭ്യമാവുക. കേന്ദ്ര സഹായമായിട്ട് ലഭിക്കേണ്ട 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുക സർക്കാർ അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ ഈ ആഴ്ച തന്നെ അതിൻ്റെ വിതരണവും ആരംഭിക്കുന്നതാണ്. നിലവിൽ 2000 രൂപ വീതമാണ് പെൻഷനായിട്ട് ലഭിക്കുന്നത്. ഈ ധനസഹായം മുടങ്ങാതിരിക്കാനായിട്ട് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ സ്കീമുകളിലൊക്കെ തന്നെ ഉൾപ്പെട്ടവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. എന്നാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഈ വർഷം ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഇതിനകം തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവരും അത് വീണ്ടും നൽകേണ്ടതില്ല. ഇതുവരെ രേഖകൾ നൽകാത്തവർ 2026 മാർച്ച് 30-നകം തന്നെ അവ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഏപ്രിൽ മാസം മുതൽ പെൻഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 2ാം ഗഡു വിതരണം മാർച്ച് മാസം മുതൽ ആരംഭിക്കുകയാണ്. പദ്ധതിയിലാകെ 17 ലക്ഷത്തോളം അപേക്ഷകരാണ് ഉള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 10 ലക്ഷത്തിലധികം ആളുകൾക്ക് തുക വിതരണം ചെയ്തു കഴിഞ്ഞു. അപ്രൂവൽ ലഭിക്കാനായിട്ട് വൈകിയത് മൂലമോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമോ ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ധനസഹായം മുടങ്ങിയവർക്ക് മാർച്ച് മാസത്തിൽ ആദ്യ ഗഡു അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ഫെബ്രുവരിയിൽ 1000 രൂപ ലഭിച്ചവർക്ക് 2ാം ഗഡുവായിട്ടും ഈ തുക തന്നെ ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ അർഹതയുള്ളവർ ഇനിയും വളരെ വൈകാതെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷിക്കാനായിട്ട് വൈകുന്നതനുസരിച്ച് അപ്രൂവൽ ലഭിക്കാനും താമസം നേരിടും.
ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ഫോൺ വഴി അപ്ലോഡ് ചെയ്യുമ്പോൾ രേഖകളുടെ വ്യക്തത കുറയുന്നത് അപേക്ഷകളൊക്കെ തന്നെ മടങ്ങാനായിട്ട് കാരണമായേക്കാം. അപേക്ഷയുടെ സ്റ്റാറ്റസ് ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റാറ്റസിൽ സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിലവിൽ പ്രശ്നങ്ങളില്ല. എന്നാൽ റിട്ടേൺ ടു സിറ്റിസൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ അപേക്ഷയിൽ പിശകുകളുണ്ടെന്നും രേഖകൾ തിരുത്തി വീണ്ടും അത് സമർപ്പിക്കണമെന്നുമാണ് അർത്ഥമാക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ നാടകീയ നിരക്കുകൾക്ക് പിന്നാലെ ചൊവ്വാഴ്ച ഫെബ്രുവരി 24-ാം തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് കൂടിയത്. ഗ്രാമിന് 14,830 രൂപയിലും പവന് 1,18,640 രൂപയിലുമാണ് പിന്നീട് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.